Hey, had to just wanna talk about the time we had last night. Been fuck, you feeling ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പ്രിവ്യൂ കണ്ട മാതിരി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വേറൊരു ആപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ഫിൽറ്ററാണ്. ഈ ഒരു ഫിൽറ്റർ എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ സ്റ്റോറിയാക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ എങ്ങനെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ് റൂം പ്രിസെറ്റ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ ആ ഒരു വീഡിയോ അല്ലെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ വെച്ചിട്ടാണോ ആക്കേണ്ടത് ആ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നേരെ പിക്സാർട്ടിലേക്ക് പോവുക. പിക്സാർട്ടിലേക്ക് പോയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യണം. അതായത് ആ ഒരു സ്റ്റോറി വെക്കുന്നതിൻ്റെ അതേ റേഷ്യോയിൽ തന്നെ ക്രോപ്പ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് ക്രോപ്പ് ടൂൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്നും കൂടി ക്രോപ്പ് ഞെക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കുറേ ഇതുണ്ട്, കസ്റ്റമൈസ് ആയിട്ട് തന്നെ വന്നത് അതിനകത്ത് സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. സ്റ്റോറി ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സൈസിൻ്റെ ആ ഒരു 9:6 ആണെന്ന് തോന്നുന്നു, ആ ഒരു സൈസിൽ നമ്മളെ ഫോട്ടോ ആകുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾ ജസ്റ്റ് നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു ഫിൽറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സേവ് ആക്കുക. ഇൻസ്റ്റാഗ്രാമിൽ സേവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിൽറ്റർ ഫസ്റ്റ് തന്നെ വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു ഫിൽറ്റർ. ആ ഫിൽറ്ററിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ട് ആണെങ്കിൽ നോർമൽ ക്യാമറ അതുപോലെ ആഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ആഡ് മീഡിയ എന്നുള്ള ബട്ടണിലേക്ക് ജസ്റ്റ് അവിടെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മേലെ എഴുതി കാണിക്കുന്നുണ്ടാവും 9:6 റേഷ്യോ. അതിനുശേഷം ആഡ് മീഡിയ കൊടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ സേവ് ആക്കിയ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഒരു ഫോട്ടോ സെലക്ട് ആക്കിയതിന് ശേഷം അതായത് ആ ഫിൽറ്ററിൻ്റെ അകത്ത് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആകാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന പോലെ ആ ഒരു റൗണ്ട് ക്ലോസ് ആകുന്നത് നമുക്ക് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തോട് പിടിച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും പോയിട്ട് ഇന്ന് സ്റ്റോറി ഇട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈലിലേക്ക്.